പാടുള്ള ചെറുപ്പക്കാരോട് പെൺകുട്ടികളോട് പറയുകയാണ്, മോളെ കൂടെ പഠിക്കുന്നവൻ ഓടി വന്ന് കയ്യിൽ പിടിക്കുമല്ലോ, സഹകരിക്കരുത്. നിന്റെ കയ്യിൽ പിടിക്കുന്നവനോട് പറയണം, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്ത് തുടരൂ. കാരണം ഇന്നി അഖാഫുല്ലാഹ്, ഇത് വ്യഭിചാരമാ. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്. പറയണം ചെറുപ്പക്കാരാ, പറയണം ചെറുപ്പക്കാരാ. അത് കൂടെ പഠിക്കുന്നവളാണെങ്കിലും കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാണെങ്കിലും, എന്തിനാടാ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയാണെങ്കിലും, നിന്റെ സ്വന്തം ചേട്ടത്തി, ഇവിടെ എന്താ പറയാ, മൈനി, അതന്നെ ഞങ്ങൾ പത്തനാരംകാരൊക്കെ മൈനി എന്നാ പറയാ. സ്വന്തം മൈനി, അനിയന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ. മോനെ പായിപ്പാട് കവല വരെ പോകണം, ബൈക്കൊന്നെടുക്കടാ, ചാടി എന്ന് കേറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നാലിച്ചേക്ക് എങ്ങനെ നാലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചേട്ടത്തി മൈനി അനിയന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് പോകുന്ന കാഴ്ച ഒന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ഉസ്താദെ അനിയനല്ലേ ഉസ്താദെ, എന്റെ അനിയനെ കെട്ടാൻ പറ്റുമോ? പെട്ടുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കുന്നേ? ജ്യേഷ്ഠൻ മരിച്ചുപോയി, ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റുമോ? പറ്റൂലേ? ആര് പറഞ്ഞു? എന്തേടാ ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റൂലേ? വിവാഹബന്ധം ഹറാമൊന്നും അല്ലല്ലോ. അന്യ പെണ്ണല്ലേ, അന്യ പെണ്ണല്ലേ. അപ്പൊ ബൈക്കിന്റെ പോരി കയറ്റി ചേട്ടത്തിയെ തോളി വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ചേട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയണം, അല്ലാഹനെ എനിക്ക് പേടിയാ, അല്ലാഹനെ എനിക്ക് പേടിയാ, എന്റെ ശരീരത്ത് തുടരുത്. അങ്ങനെ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? വായ്പാട് പള്ളി വെച്ച് കൊടുത്തവന് സ്വർഗമുണ്ടോ? ഈ പള്ളിക്ക് പൈസ കൊടുത്തവന് സ്വർഗമുണ്ടോ? സലീം ഉസ്താദ് 27 കൊല്ലമായി ഈ പള്ളിയിലെ ഖതീബായിരിക്കുന്ന സലീം ഉസ്താദിന് സ്വർഗമുണ്ടോ? ഇരിക്കുന്ന ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാർക്ക് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ഒരു സ്വർഗമല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, നിസ്കരിച്ചവനല്ല, ഖുർആൻ ഓതിയവനല്ല, സദഖ കൊടുത്തവനല്ല. അല്ലാഹു പറയുന്നു എല്ലാവർക്കും ഒരു സ്വർഗം, ഒരാൾക്ക് 2 സ്വർഗം, ഒരാൾക്ക് 2 സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹു പായിപ്പാട് പള്ളി കെട്ടിക്കൊടുത്തവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല, അവൻ ഒരു സ്വർഗമേ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ 2 സ്വർഗമുണ്ടെന്ന് അല്ല പറഞ്ഞത് ആർക്കെന്നറിയോ? പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തു തൊട്ടാ അവനോട് പറയണം, ഇത് പാപമാ, ഇത് പാപമാ, ഇത് പാപമാ, എനിക്കല്ലാതെ പേടിയാ. പറയണം ചെറുപ്പക്കാരാ.